ഹായ്. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ച നമ്മുടെ ഹെമിമോൻ്റെ ഇഷമോളുടെ ഒരു ചെറിയ ഡെയിലി വ്ലോഗാണ് കേട്ടോ ഇന്ന്. മക്കൾ വൈകി ഉറങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവർ ഉണർത്താറ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെള്ളപ്പവും ഭട്ടൂരായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും 2 ഐറ്റം ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ ഇതുപോലെ വെള്ളപ്പം ഭട്ടൂരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾ ലഞ്ചിനായിട്ട് കൊണ്ടുപോകാറ് ഇതാണ് കേട്ടോ. അവർക്ക് 2 പേർക്കും ചോറിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. സ്കൂൾ വിട്ടു വന്നാലാണ് കേട്ടോ 2 പേര് ചോറ് കഴിക്കാറ്. ഇവരുടെ 2 പേരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ് കേട്ടോ. ഹെമിമോൻക്ക് ഇപ്പോൾ അപ്പാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഇഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭട്ടൂരയാണ് കേട്ടോ. ഇഷ കുഴപ്പമില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുമെങ്കിലും ഹെമിമോന് നേരെ തിരിച്ചാണ് കേട്ടോ. വളരെ നിർബന്ധിച്ചാൽ മാത്രമേ കേട്ടോ അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. മാത്രമല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ മടിയാണ് കേട്ടോ അവനക്ക്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അവനക്ക് ശരിയായ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് ഞാൻ നല്ലോണം ടെൻഷൻ ആവാറുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനായിട്ട് നല്ല ചിക്കന്റെ ഗ്രേവിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒട്ടും എരിവ് ചേർക്കാതെ സോസൊക്കെ ചേർത്ത് കുറച്ച് സ്വീറ്റ് ആക്കി ഉണ്ടാക്കിയോണ്ട് തന്നെ ഹെമിമോൻക്ക് ഇഷമോൾക്കും ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ 2 പേരെ എഴുന്നേൽപ്പിക്കാൻ പോകാറ്. അങ്ങനെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ 2 പേരും നല്ല മടിയന്മാരാണ് കേട്ടോ. ഒരു 5 മിനിറ്റും കൂടി കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈശ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ പിന്നെ എഴുന്നേറ്റ് പല്ല് തേപ്പും ഫ്രഷ് ആവലൊക്കെ തുടങ്ങിയിട്ടോ. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് 2 പേരും വന്നിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇഷമോളാണെങ്കിൽ ഭട്ടൂരയാണ് കഴിക്കുന്നത്, അവളുടെ ഫേവറേറ്റ്. ഹെമിമോൻ അപ്പമാണ് കേട്ടോ കഴിക്കുന്നത്. ഹെമിമോൻ ഭക്ഷണം കഴിക്കാൻ മടിയായതുകൊണ്ട് തന്നെ അവനക്ക് ഞാൻ പാല് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അവനാണെങ്കിൽ പാല് കുടിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ലിറ്റിൽ ജോയ്സിന്റെ ഈ ന്യൂട്രി മിക്സ് ഞാൻ വാങ്ങിക്കുന്നത്. ഇത് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ അവനക്ക് പാല് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ രാഗി, ബജ്ര, ബദാം, വാൽനട്ട് തുടങ്ങിയ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ നന്നായിട്ട് വർദ്ധിക്കൂട്ടോ. കൂടാതെ ഇതിൽ പഞ്ചസാരക്ക് പകരം ഈന്തപ്പഴം, ശർക്കരയൊക്കെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇത് 1 പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ 6 ഗ്രാം പ്രോട്ടീനും എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ D3 ഒക്കെ കിട്ടൂട്ടോ. ഇതൊരിക്കലും ഭക്ഷണത്തിന് പകരം കൊടുക്കാതെ ഭക്ഷണത്തിന്റെ കൂടെ കൊടുക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. അങ്ങനെ ഇത് വാങ്ങിച്ചതിന് ശേഷം പുള്ളിക്കാരന് പാല് കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ലിറ്റിൽ ജോയ്സിന്റെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് അവനക്ക് മസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ചോക്ലേറ്റ് പോലെ ഇരിക്കണോണ്ട് തന്നെ എനിക്ക് ആദ്യം ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലും ഒട്ടും പഞ്ചസാര ചേർത്തിട്ടില്ല. പകരം ദഹനത്തിന് സഹായിക്കുന്ന ചിക്കറി റൂട്ട് ഫൈബർ ആണ് കേട്ടോ മധുരത്തിനായിട്ട് ചേർത്തിട്ടുള്ളത്. ഹെമിമോ വിചാരിക്കുന്നത് അവൻ ചോക്ലേറ്റ് ആണ് കഴിക്കണമെന്നാട്ടാ. പക്ഷെ എനിക്കറിയാം അവന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനൊക്കെ ഇതിലൂടെ കിട്ടുന്നിട്ടാ. പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഐറ്റം ബെസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ മാതളം, ബീട്രൂട്ട്, ചീര, സ്ട്രോബെറി, ക്യാരറ്റ്, ആപ്പിൾ എന്നിങ്ങനെ 6 തരം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ 11ലധികം എസെൻഷ്യൽ വിറ്റാമിനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുക്കാൻ തുടങ്ങിയത് പിന്നെ അവനക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം, ചുമ അതൊക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്റെ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 799 രൂപക്ക് മുകളിലുള്ള പർച്ചേസിന് 10% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. പിന്നെ അവരുടെ 2 പേരുടെ ലഞ്ച് ഞാൻ ടിഫിനിലാക്കുമായിരുന്നു കേട്ടോ. ഇഷമോൾക്കാണെങ്കിൽ ഭട്ടൂര്, ഹെമിമോൻക്കാണെങ്കിൽ വെള്ളപ്പമാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ ആപ്പിളും പിന്നെ ലിറ്റിൽ ജോയ്സിന്റെ ഗമ്മീസും ആണ് ടാക്കി കൊടുത്തിരുന്നത്. അവർക്ക് 2 പേർക്കും പോകാനുള്ള ഓട്ടോ 8:45 ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെത്തും കേട്ടോ. ഹെമിക്കുട്ടനാണെങ്കിൽ ഇന്നൊരല്പം മടിയുള്ള ദിവസമാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ മക്കളെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന സുധീഷേട്ടൻ. പുള്ളി നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് കേട്ടോ മക്കളെ കൊണ്ടുപോകാറ്. അങ്ങനെ മനസ്സോടെ ഹെമിക്കുട്ടനെ ഒരു ടാറ്റൊക്കെ തന്നിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവർ പോയപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇന്ന് കുട്ടികളെ കുറച്ച് നേരത്തെ വിളിക്കാന്ന് എത്തി ഞാൻ പോവുകയാണ് കേട്ടോ. മംഗൽ MESലാണ് കേട്ടോ മക്കൾ 2 പേരും പഠിക്കുന്നത്. ഹെമിക്കുട്ടന് മോണ്ടിസോറിയിലും ഇഷമോള് 4ാം ക്ലാസ്സിലുമാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോഴേക്കും ഇഷമോള് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ടീച്ചറോടൊക്കെ യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിട്ടോ. പിന്നെ സ്കൂൾ ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ നിർബന്ധമാണ് കേട്ടോ. ഞങ്ങൾ അധികം പോകാറുള്ള ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള മുസ്തഫ ഖാന്റെ ചായക്കടയാണ് കേട്ടോ ഇത്. ഒരുവിധം എല്ലാ ടൈപ്പ് ചായക്കടികളും ഈ കടയിൽ ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹോർലിക്സും പഴംപൊരി അങ്ങനെ പല ടൈപ്പ് സ്നാക്സുകളും കഴിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ മുസ്തഫാക്ക. മൂപ്പര് കുറേ കാലം ബോംബെയിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഷോപ്പിന് ബോംബെ ടീ സ്റ്റാൾ എന്ന് പേരിട്ടത്. പിന്നെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് തിരൂരുള്ള ജെർഗോസ കണ്ടെയ്നർ കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇവിടുന്ന് ബട്ടർഫ്ലൈ അൽഫാമും ചീസ് റോളും മാംഗോ ഫലൂഡും ഒക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.